നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സീല ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരിഞ്ചേരി ALP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി നിർമ്മിച്ചു നൽകിയ ഓപ്പൺ എയർ ഓഡിറ്റോറിയം സമർപ്പിച്ചു. 8 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഓപ്പൺ എയർ ഓഡിറ്റോറിയം മുൻ മന്ത്രി സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ഛത്തീസ്ഗഡിൽ അകാരണമായി അറസ്റ്റ് ചെയ്ത മലയാളി കന്യാസ്ത്രീകളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പഴുവിൽ ഫൊറോനയിൽ പ്രതിഷേധം. ലയൺസ് ക്ലബ്ബ് തൃപ്രയാർ ടെമ്പിൾ സിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി. തൃപ്രയാർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ടോണി എനോക്കാരൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പെരിഞ്ചേരി ALP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി നിർമ്മിച്ചു നൽകിയ ഓപ്പൺ എയർ ഓഡിറ്റോറിയം സമർപ്പിച്ചു. കല്ലൂർ മന KK ശശികുമാറാണ് ഭാര്യ വത്സ ശശികുമാറിന്റെ സ്മരണാർത്ഥം സ്കൂളിൽ ഓഡിറ്റോറിയം സമർപ്പിച്ചത്. 8 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഓപ്പൺ എയർ ഓഡിറ്റോറിയം മുൻ മന്ത്രി സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തിനുള്ള സംഭാവന തലമുറകൾക്കുള്ള സംഭാവനയാണ്. പലതരത്തിലുള്ള സംഭാവനകളെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് വ്യത്യസ്തമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇതിനുശേഷം ഒരു ഓഡിറ്റോറിയം കൂടി സമൂഹത്തിന് സമർപ്പിക്കാൻ പോകുന്ന നാളെ എന്ന്. അതെല്ലാം ഈ സമൂഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. ഞാൻ വളർന്നു വന്ന നാട്, ഞാൻ പഠിച്ച സ്കൂള്, അതിനോടുള്ള പ്രതിബദ്ധത പറ്റാവുന്ന രീതിയിൽ ചെയ്യുക എന്നത് തീർച്ചയായിട്ടും ഒരു മാതൃകയാണ്. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി ഹൃദയം നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. ഇങ്ങനെ ജനകീയമായ വിദ്യാലയങ്ങൾ, നേരത്തെ പ്രിൻസ് പറഞ്ഞു, നമ്മുടെ രാജ്യത്തിന് ലോകത്തിന് മാതൃകയാണ് എന്ന്. അങ്ങനെ മാതൃകയാകുമ്പോൾ തന്നെ പുതിയ വിദ്യാഭ്യാസ രീതിയിലേക്ക് വിദ്യാലയങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ സ്റ്റേജിലിരിക്കുന്ന ഞാനടക്കം എല്ലാവരും പഠിച്ച രീതിയിലല്ല ഇന്ന് ഇവിടെ പഠിക്കുന്ന തലമുറ പഠിക്കുന്നത്. വ്യത്യസ്തമായ രീതിയിലാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തലമുറയെ വാർത്തെടുക്കാൻ ശ്രമിച്ചാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഭാവി തലമുറ ഉണ്ടാവുള്ളൂ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷനായി. ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ അഭിമാന ബോധത്തോടെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ ശതമാനവും വിദ്യാഭ്യാസ നിലവാരവും ഉള്ള ഒരു സംസ്ഥാനമായിട്ട് മാറിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും ഇന്ത്യയിൽ 100 പേരെ എടുത്താൽ 17-18 പേർ സ്വന്തമായി പേരെഴുതി ഒപ്പിടാൻ പോലും അറിയാത്ത, ലോകത്തെ ഏറ്റവും കൂടുതൽ നിരക്ഷരർ താമസിക്കുന്ന രാജ്യമാണ് ഇന്ത്യയെങ്കിൽ 100 പേരിൽ 100 പേരും എഴുതാനും വായിക്കാനും അറിയുന്നത് വഴി ലോകത്തെ ഏറ്റവും മികച്ച സാക്ഷരതയുള്ള വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനമായി കേരളം ഇങ്ങനെ മാറുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ല, ഒരു കാലത്ത് അക്ഷരം പഠിക്കാനുള്ള അവകാശമില്ലാതിരുന്നവരെയും മറ്റു പലരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത്. സ്കൂളിനു വേണ്ടി CK അനന്തകൃഷ്ണൻ ശശികുമാറിനെ ആദരിച്ചു. സ്മരണികയുടെ കോപ്പി ചടങ്ങിൽ സ്കൂൾ വികസന സമിതി പ്രസിഡന്റ് K ശശിധരൻ ഡോക്ടർ PN സുരേഷ് കുമാറിന് നൽകി പ്രകാശനം ചെയ്തു. മാനേജർ VK ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ ശ്രീധരൻ, സുനിൽ ചാണശ്ശേരി, പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ, സായ രാമചന്ദ്രൻ, VI ജോൺസൺ, VP ജയരാമൻ, AK സുമതി നാരായണൻകുട്ടി,
കല്ലൂർ കെ വാസുദേവൻ, കലാതിലകം PB സിമ്പിൾ, പ്രധാനാധ്യാപകൻ MK പ്രസാദ്, EM ലില്ലി എന്നിവർ സംസാരിച്ചു. മുല്ലനേഴി കവിത ആധാരമാക്കി PB സിമ്പിൾ അവതരിപ്പിച്ച നൃത്തരൂപവും കുട്ടികളും രക്ഷിതാക്കളും ചേർന്നുള്ള മെഗാ തിരുവാതിരയും ഉണ്ടായിരുന്നു. ഛത്തീസ്ഗഡിൽ അകാരണമായി അറസ്റ്റ് ചെയ്ത മലയാളി കന്യാസ്ത്രീകളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പഴുവിൽ ഫൊറോനയിൽ പ്രതിഷേധം. 16 പള്ളികളിൽ നിന്നുള്ള പ്രതിനിധികൾ തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് മുമ്പിലെ വിശുദ്ധ യൂദാ തദേവൂസിന്റെ ദേവാലയത്തിന് മുന്നിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പഴുവിൽ ഫൊറോന വികാരി റവറന്റ് ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ക്രൈസ്തവ സഭയുടെ ശതാംശം എന്ന് പറയുന്നത്, ദശാംശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശതമാനം എന്ന് പറയുന്നത് 2.3 എന്നാൽ അത് ഇന്ന് എത്തി നിൽക്കുന്നത് 2.1. ഈ മതപരിവർത്തനം നടത്തപ്പെടുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ കുറയുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അവർ ആരെയെല്ലാം കണ്ടുമുട്ടുന്നുവോ ആരെയെല്ലാം ശുശ്രൂഷിക്കുന്നുവോ അവരെല്ലാം ഇതുപോലെ മതപരിവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ശതമാനമല്ല, ഇതിനപ്പുറത്തേക്ക് കടക്കേണ്ടതാണ്. എന്നാൽ ക്രൈസ്തവ സഭയുടെ സ്ഥിതി അതല്ലെന്ന് തെളിവ് തന്നെ നമുക്ക് അത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ മതപരിവർത്തനം എന്നുള്ളത് ഒരു വിഷയമേ അല്ല, മറിച്ച് തുറങ്കിലടയ്ക്കാനുള്ള ഒരു വിഷയമായിട്ട് അതിന് മാറിയിരിക്കുകയാണ്. ഇന്ന് പല രാഷ്ട്രീയ നേതാക്കളും അഭിമന്യ പിതാക്കന്മാരെ വന്നുകൊണ്ട് ആശ്വസിപ്പിക്കുകയുണ്ടായി. ഇത് ജാമ്യം കിട്ടും, ജാമ്യം കൊടുക്കും, ഞങ്ങൾ പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ കണ്ടിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് ആശ്വാസവാക്കുകളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഈ ഛത്തീസ്ഗഡ് ഗവൺമെൻറ് ഇതിനെ ജാമ്യം കൊടുക്കുന്നതിന് എതിര് നിൽക്കുകയില്ല എന്ന് വാഗ്ദാനം ചെയ്യുകയോ എല്ലാം ചെയ്തിട്ടും ഇന്ന് അത് കൊടുക്കാനായിട്ട് സാധിച്ചില്ല, വീണ്ടും എതിർക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ് സത്യാവസ്ഥ. പഴുവിൽ ഫൊറോന കൗൺസിൽ സെക്രട്ടറി AA ആന്റണി അധ്യക്ഷനായിരുന്നു. തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത്, ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ, ഫാദർ ജെൻസ് തട്ടിൽ, സിസ്റ്റർ കൊച്ചു ത്രേസ്യ, സിസ്റ്റർ അനു ജോൺസൺ, സിസ്റ്റർ നിഷ, ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, ഫൊറോന കുടുംബ കൂട്ടായ്മ കൺവീനർ പ്രീറ്റ് J മുരിയാടൻ, ഫാദർ സിജോ കാട്ടുകാരൻ, ഫൊറോന മാതൃവേദി പ്രസിഡന്റ് ഷാലി ഫ്രാൻസിസ്, ഫൊറോന മധ്യവിരുദ്ധ സമിതി പ്രസിഡന്റ് ജോസ് ആലപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കൈക്കാരന്മാരായ CA ജെയിംസ്, ലിജോ കരിയാട്ടിൽ, സിജോ, റോബിൻ ചാലക്കൽ, സോബി C ആന്റണി, KT ഷൈജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലയൺസ് ക്ലബ്ബ് തൃപ്രയാർ ടെമ്പിൾ സിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി. തൃപ്രയാർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ടോണി എനോക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ ചെയ്ത ഏറ്റവും മനോഹരമായ ക്ലബില് ഈ 1.5 വർഷം കൊണ്ട് എനിക്ക് പോലും എണ്ണാൻ പറ്റില്ല എത്രയധികം പ്രാവശ്യം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ ഒരു വിസിറ്റ് എന്നോടൊന്ന് ഒഴിവാക്കാൻ പറ്റുമെന്ന് ഒരു കാരണവശാലും പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ എന്നോട് എത്തിച്ചേർന്നതാണ്. എന്തെങ്കിലും വളരെ സന്തോഷമാണ്. ഏറ്റവും പ്രഗത്ഭരായ ലീഡേഴ്സ് ഉള്ള ഒരു ക്ലബ്ബാണ്. ആ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ തൃപ്രയാറിലും അതിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും സേവനം എന്ന മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് മാസ്മരവരെ തീർത്തുകൊണ്ടിരിക്കുന്ന ഈ ക്ലബിലെ എല്ലാ മെമ്പർമാർക്കും ആദ്യമായി അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. തുടർന്ന് അവരുടെ ക്ലബിൽ നിന്ന് ഈ പ്രദേശത്തുള്ളവർക്ക് ഒട്ടനവധി സഹായങ്ങൾ ഉണ്ടാവാനായിട്ട് ഇവരെ ഹസ്തങ്ങൾക്ക് കഴിയട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. എന്നോട് പരിചയപ്പെടുത്താനായിട്ടിവിടെ വന്ന് ഞങ്ങളൊക്കെ ഇൻട്രൊഡക്ഷൻ ചെയ്യാനായിട്ട് ഞാനത് ഒഴിവാക്കാൻ പറഞ്ഞു. ഓരോ പരിചയപ്പെടുത്തലുകളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. നമ്മുടെ ജീവിതകാല യാത്രയിലെ നമ്മളെ നടന്ന വഴികളിലെ അറിഞ്ഞും അറിയാതെയും പതിഞ്ഞു പോയ നമ്മുടെ കാൽപ്പാടുകളെ കയ്യൊപ്പുള്ളതൊക്കെ വീണ്ടും നമ്മുടെ ഓർമ്മത്തിലേക്ക് മണ്ഡലത്തിലേക്ക് കൊണ്ടുവരലാണ് ഓരോ പരിചയപ്പെടുത്തലും. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പതിപ്പിച്ചു വെച്ച സിഗ്നേച്ചർ അത് മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. പ്രസിഡന്റ് RIM സക്കറിയ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാരോഹണ ചടങ്ങ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് നിർവഹിച്ചു. ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് K വാര്യർ പുതിയ മെമ്പർമാരെ ഇൻഡക്ട് ചെയ്തു. ഷാജി ചാലശ്ശേരി, സോൺ ചെയർമാൻ പ്രസന്നൻ തറയിൽ, രജനി ഉണ്ണികൃഷ്ണൻ, ജോസ് താടിക്കാരൻ എന്നിവർ സംസാരിച്ചു. ക്യാൻസർ രോഗിക്ക് ചികിത്സാ സഹായം, വീൽചെയർ, ഭക്ഷ്യക്കിറ്റ് എന്നിവ സേവന പദ്ധതികളുടെ ഭാഗമായി വിതരണം ചെയ്തു. ഭാരവാഹികളായി പ്രസിഡന്റായി ഷാജി ചാലശ്ശേരി, സെക്രട്ടറിയായി സൂരജ് വേളയിൽ, ട്രഷററായി കാർത്തികേയൻ കുന്നുങ്ങൽ, ജോയിന്റ് സെക്രട്ടറിയായി ഷൈനി സജിത്ത് എന്നിവർ സ്ഥാനമേറ്റു. ജോഷി കോഴിപ്പറമ്പിൽ, ഹുസൈർ മുഹമ്മദ്, EP തോമസ്, റാഫി, MCM സജിത്ത് വേളയിൽ, സീമ സക്കറിയ, ANG ജെയ്ക്കോ എന്നിവർ നേതൃത്വം നൽകി. ഛത്തീസ്ഗഡിൽ അകാരണമായി അറസ്റ്റ് ചെയ്ത മലയാളി കന്യാസ്ത്രീകളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം.
പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളി AKCCയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാല നടത്തി. പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലിയിൽ ഒട്ടേറെ പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം പഴുവിൽ ഫൊറോന വികാരി റവറന്റ് ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം മുഖ്യപ്രഭാഷണം നടത്തി. പഴുവിൽ AKCC പ്രസിഡന്റ് പൈലി മേക്കാട്ടുകുളം അധ്യക്ഷനായിരുന്നു. തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, സെക്രട്ടറി ഓസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡ് വിഷയത്തിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ച സംഭവത്തിൽ എത്രയും വേഗം നീതി നടപ്പിലാക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് പുത്തൻപീടിക യൂണിറ്റ് ആവശ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്ത സന്യാസിനികളെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പുത്തൻപീടിക സെയിന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധിച്ചു. പ്രതിഷേധ പരിപാടി ഇടവക ഡയറക്ടർ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ യൂത്ത് കൗൺസിൽ ജനറൽ കോർഡിനേറ്ററും യൂണിറ്റ് പ്രസിഡന്റുമായ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, ഈ വടക്കേ ഇന്ത്യയിലൊക്കെ തന്നെ ഈ ഇത്തരത്തിലുള്ള സിസ്റ്റേഴ്സിൻ്റെയും അച്ഛന്മാരുടെയും ഒക്കെ സഹായത്താൽ ഒട്ടനവധി പേർക്ക് വിദ്യാഭ്യാസവും അവർക്ക് മരുന്നില്ലാത്തവർക്ക് മരുന്നും ചികിത്സയില്ലാത്തവർക്ക് ചികിത്സ നൽകി വരികയാണ്. ഈ ഇടവയിൽ നിന്ന് തന്നെ 100 മുകളിലുള്ള സിസ്റ്റേഴ്സ് പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ അച്ഛന്മാരും ഏകദേശമുണ്ട്. അപ്പം ഇതൊക്കെ തന്നെ കണ്ടില്ലെന്ന് നടിക്കുന്ന രീതിയാണ്. ഇന്നലെ NIA കോടതി ഈ കേസിലേറി പഠിക്കട്ടെ എന്നാണ് പറഞ്ഞത്. നമുക്ക് തോന്നുന്നു, നമുക്കറിയാം, നമ്മുടേതായ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഈസ്റ്റർ ആയാലും ക്രിസ്തുമസ് ആയാലും ഇപ്പോൾ ഒരു കൂട്ടർ വന്ന് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം അത് അവരെ ഇവിടെ ലഡു തരികയും അവിടെ നമുക്ക് തടവറയാണ് തരുന്നത് വടക്കേ ഇന്ത്യയിൽ. അത്തരക്കാരെ നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോഫിൻ അക്കരപ്പട്ടിയേക്കൽ, പാതുവ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഹേമ, കൈക്കാരൻ KA സണ്ണി, കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ PA പോൾ, ജെസി വോഗീസ്, KA വോഗീസ്, ഷാലി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. വിൻസെന്റ് കുണ്ടുകുളങ്ങര, മൈക്കിൾ പുത്തൂർ, വില്ലി പട്ടത്താനം എന്നിവർ നേതൃത്വം നൽകി. മതിലകം പ്രവാസി അസോസിയേഷൻ രൂപവൽക്കരിച്ച പാപ്പിനിവട്ടം ഗാലറിയുടെ ആഭിമുഖ്യത്തിൽ പ്രവാസി ഫെസ്റ്റിനെ മതിലകം പുന്നയ്ക്ക ബസാറിൽ തുടക്കമായി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പറയുന്ന അഴീക്കോടാണ് നമ്മുടെ പ്രദേശം. ആ പ്രദേശത്ത് വരികയും അതിൻ്റെ ചരിത്രവും അതിൻ്റെ പ്രാധാന്യമൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര രസകരമായ ഒരുപാട് കാര്യങ്ങളന്ന് കാണാൻ കഴിയും. അതിനുശേഷം നമ്മളിങ്ങനെ പുരോഗമിച്ച് പിന്നെ നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമയിൽ കാണുന്ന പോലെ ഉള്ള ദുബായിലും ഒക്കെ പോയ ആളുകളാണ് നമ്മുടെ ചുറ്റുവട്ടത്തിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അതൊരു സീരിയസ് ആയി. ശരിക്കും യഥാർത്ഥത്തിൽ പ്രവാസികൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അംബാസഡർമാരാണ്. ഇതിൻ്റെ സാങ്കേതിക വിദ്യ നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു കൊടുക്കുന്നതിൻ്റെ വലിയ കണ്ണികളാണ്. എവിടെ എത്രത്തോളം ഈ സാങ്കേതിക വിദ്യയിൽ വികാസ പ്രക്രിയ വരുമെന്ന് നാടിനോട് സംവദിക്കുന്ന ആളുകളാണ്. മാത്രമല്ല, പ്രവാസികൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചമെന്ന് പറയുന്നത്, ഗുണമെന്ന് പറയുന്നത്, അവർ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും ജാഗരൂകരായി, നമ്മൾ പറയില്ലേ, കണ്ണിമ തെറ്റാതെ അങ്ങനെ നോക്കി ശ്രദ്ധിച്ച് വർത്തമാനം പറയുന്നതാണ്. അത് രാഷ്ട്രീയമായാലും സാംസ്കാരികമായാലും പൊതു രംഗത്തുള്ള ആളുകളിൽ ഒരു വീട് വെക്കലോ ഒരു ക്യാൻസർ ഒരു കിഡ്നിയോ ഏത് തരത്തിലുള്ളൊരു പരിപാടി നമ്മുടെ നാട്ടിലുണ്ടായാലും അതിനെക്കുറിച്ച് നന്നായി പ്രതികരിക്കുന്ന ആളുകളാണ് പ്രവാസികൾ. ചെയർമാൻ PM അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു. പാപ്പിനിവട്ടം ഗാലറിയുടെ ലോഞ്ചിംഗ് CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ലോഗോ പ്രകാശനം ചെയ്തു. സിനിമാ താരങ്ങളായ സാജൻ പള്ളുരുത്തി, സജിത ബേട്ടി, സീരിയൽ താരം ഇസ ഫാത്തിമ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വാർഡ് മെമ്പർ സംസാബി സലീം, പുന്നയ്ക്ക ബസാർ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് ആസിഫ് കാക്കശ്ശേരി, ഫെസ്റ്റ് ചെയർമാൻ ഷാനവാസ് പെരുന്തറ, കൺവീനർ KR സഗീർ, കോർഡിനേറ്റർ ഹംസ വൈപ്പി പാടത്ത്, RH സലീം എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കയ്പമംഗലം ജാമിയ ബുസ്താനുൽ ഉലൂം സ്ഥാപിച്ച കരുണ ഭവൻ റീഹാബിലിറ്റേഷൻ വില്ലേജ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ പുതിയ കെട്ടിടം സമർപ്പിച്ചു. ഹോട്ട് പാക്ക് MD അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം നിർവഹിച്ചു. രക്ഷിതാവിൽ നിന്നുള്ള താക്കീത് കൂടി അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിച്ചു. അതായത് നമുക്ക് ഐശ്വര്യം ഉണ്ടായി, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായി, അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്താതിരിക്കുക, അതായത് അത് സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താതിരിക്കുന്നവർക്കായിട്ടൊരു താക്കീതും ഖുർആനിൽ, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായിട്ട് പറഞ്ഞു. വിവിധ മതങ്ങളിൽ വ്യത്യസ്ത
വേദങ്ങളിലൊക്കെ ഇതേ ആശയം തന്നെ പങ്കുവെക്കുന്നുണ്ട്. ഇസ്ലാമിൽ അത് കുറച്ചുകൂടെ വസ്തുനിഷ്ഠമായിക്കൊണ്ട്, കുറച്ചുകൂടെ അതിനെ ആധികാരികമായിക്കൊണ്ട്, ശക്തമായിക്കൊണ്ട് താക്കീത് കൊടുത്തത് കൊണ്ട് കൂടുതൽ ഇസ്ലാം മത വിഭാഗത്തിലുള്ളവർ കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാം. ബുസ്താൻ സെക്രട്ടറി പി കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഇ ടി ടൈസൺ MLA, ആസാ ഗ്രൂപ്പ് MD CP സാലിഹ് എന്നിവർ മുഖ്യാതിഥികളായി. ഉനൈസ് പാപ്പിനിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. അനസ് മൗലവി, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ UAE ജനറൽ സെക്രട്ടറി PA ഹുസൈൻ, ആസിം വെളിമണ്ണ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, ഹിറ സ്കൂൾ ചെയർമാൻ PA അബ്ദുൽ ഗഫൂർ, ഡോക്ടർ അബ്ദുൽ ഹസീബ് മദനി, നിസാർ, ഷാഫി മജീദ്, റസീന ഷാഹുൽ ഹമീദ്, EK ഇബ്രാഹിം കുട്ടി മൗലവി, PK അബ്ദുൽ ജബ്ബാർ മൗലവി, TK അബ്ബാസ്, KA കബീർ ബുസ്താനി തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലത്ത് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. റോഡിൽ വെള്ളക്കെട്ടും അപകടക്കണിയും മൂലം ദുരിതത്തിലായി വാഹനയാത്രികർ. ചന്ദ്രാപിന്നി CV സെന്റർ മുതൽ കാക്കാത്തിരുത്തി വരെ 10 ഇടങ്ങളിലാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. ചന്ദ്രാപിന്നി ഹൈസ്കൂളിന് വടക്കു ഭാഗത്തെ പൈപ്പ് പൊട്ടിയിട്ട് 1 മാസത്തിലേറെയായി. നിരവധി സ്കൂൾ വാഹനങ്ങളും വിദ്യാർത്ഥികളുമടക്കം കടന്നുപോകുന്ന വഴിയിൽ പൈപ്പ് പൊട്ടി അപകട സാധ്യതയും രൂപപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രികർ കുഴിയിൽ വീണ് ഇവിടെ അപകടം സംഭവിച്ചിരുന്നു. ചളിങ്ങാട് മേഖലയിലും നിരവധിയിടത്ത് പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. അമ്പലനട ഭാഗത്ത് റോഡിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ കുഴി കാണാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. വാട്ടർ അതോറിറ്റി മതിലകം ഡിവിഷനാണ് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത്. പൈപ്പ് നന്നാക്കാൻ കുഴിയെടുക്കുമ്പോൾ ഉറവ വെള്ളം വന്ന് തിണ്ടിടിയുന്നത് കാരണമാണ് പൈപ്പ് നന്നാക്കാൻ സാധിക്കാത്തതെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നു. മഴ മാറിയാലുടൻ പണി ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. പുത്തൂർ ഫൊറോന കൗൺസിലിന്റെ നേതൃത്വത്തിൽ 2ാമത് വിയാനി പദയാത്ര ഞായറാഴ്ച നടക്കും. പുത്തൂർ ഫൊറോന പള്ളിയിൽ നിന്നും വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ നാമധേയത്തിലുള്ള തൃശൂർ അതിരൂപതയിലെ ഏക ദേവാലയമായ മാന്നാമംഗലം പള്ളിയിലേക്കാണ് പദയാത്ര സംഘടിപ്പിക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുത്തൂർ ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ അധ്യക്ഷത വഹിക്കും. തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ പതാക ഉയർത്തും. അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി K രാജൻ മുഖ്യാതിഥിയാകും. സമാപന സമ്മേളനം അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്യും. വിവിധ ഇടവകകളിലെ കൈക്കാരന്മാർ പതാകവാഹകരായി പദയാത്ര നയിക്കും. മാന്നാമംഗലം കട്ടിങ്ങിൽ നിന്നും പുത്തൂർ ഫൊറോന കൌൺസിൽ ഭാരവാഹികൾ പതാകവാഹകരാകും. വാർത്താ സമ്മേളനത്തിൽ ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ, മാന്നാമംഗലം വിശുദ്ധ ജോൺ മരിയ വിയാനി പള്ളി വികാരി ഫാദർ പ്രിൻസ് നായങ്കര, ഫൊറോന കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷം ആരംഭിച്ചതാണ് ഈ മലയോര ഗ്രാമത്തിൻ്റെ വിശുദ്ധി നിറഞ്ഞുകൊണ്ടുള്ള ഒരു പദയാത്രയാണ് വിയാനി പദയാത്ര. ഈ വർഷം ഓഗസ്റ്റ് 3-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണിക്ക് പുത്തൂർ പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം തൃശ്ശൂർ അതിരൂപത മെത്രാപ്പോലീത്ത അഭിവന്യ ആൻഡ്രൂസ് പിതാവ് ഉദ്ഘാടനം ചെയ്യുന്ന പദയാത്രയിലെ മുഖ്യ അതിഥിയായിട്ട് കേരള സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ K രാജൻ അവറുകൾ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ അതിരൂപതയുടെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ആയിരിക്കുന്ന ജോഷി വടക്കൻ മാസ്റ്റർ പതാക ഉയർത്തി പദയാത്രയിൽ പങ്കുചേരുന്നു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9290 രൂപ, പവന് 74,320 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരിഞ്ചേരി ALP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി നിർമ്മിച്ചു നൽകിയ ഓപ്പൺ എയർ ഓഡിറ്റോറിയം സമർപ്പിച്ചു. 8 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഓപ്പൺ എയർ ഓഡിറ്റോറിയം മുൻ മന്ത്രി C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ഛത്തീസ്ഗഡിൽ അകാരണമായി അറസ്റ്റ് ചെയ്ത മലയാളി കന്യാസ്ത്രീകളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പഴുവിൽ ഫൊറോനയിൽ പ്രതിഷേധം.
ലയൺസ് ക്ലബ്ബ് തൃപ്രയാർ ടെമ്പിൾ സിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി. തൃപ്രയാർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ടോണി എനോക്കാരൻ ഉദ്ഘാടനം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.